ഇവിടെയുള്ള ഓരോ മലയാളിയും പ്രത്യേകിച്ച് കാലിഫോർണിയയിലുള്ളവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്ന 2 അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ആദ്യത്തേത് നിങ്ങളുടെ പോക്കറ്റ് ചോർത്തുന്ന ഒന്നാണെങ്കിൽ രണ്ടാമത്തേത് കോവിഡ് സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട 10,000 ഡോളർ തിരിച്ചു പിടിക്കാനുള്ള ഒരു സുവർണാവസരമാണ്. ആദ്യത്തെ അപ്ഡേറ്റ്സ് കാലിഫോർണിയയിൽ 2 പുതിയ നികുതി നിലവിൽ വരുന്നു എന്നതാണ്. കാലിഫോർണിയയിലെ മലയാളി സുഹൃത്തുക്കൾ ഇനി മുതൽ കുറച്ചുകൂടി അധിക പണം കയ്യിൽ കരുതേണ്ടി വരും. ഗവർണർ ഗാവിൻ ന്യൂസം ഒപ്പുവെച്ച പുതിയ ബജറ്റ് പ്രകാരം അടുത്ത വർഷം മുതൽക്കാണ് ഈ നികുതികൾ വരുന്നത്. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ട ഫെഡറൽ ഫണ്ടിംഗ് നികത്താനാണ് ഈ നീക്കമെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ കാലിഫോർണിയയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നികുതി വർധനമാണിതെന്ന് ടാക്സ് പേയേഴ്സ് അസോസിയേഷൻ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നോക്കാം. ആദ്യത്തേത് ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്കു മേലുള്ള ടാക്സ് വർധനവാണ്. ഇതുവഴി സർക്കാർ ലക്ഷ്യമിടുന്നത് വർഷം തോറും $2 ബില്യൺ ആണ്. എന്നാൽ ഇൻഷുറൻസ് കമ്പനികൾ ഈ അധിക ബാധ്യത ഉപഭോക്താക്കളുടെ തലയിലേക്ക് തന്നെ വെച്ചുകിട്ടും. അതായത് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഒരാൾക്ക് വർഷം ശരാശരി $100, 4 അംഗങ്ങളുള്ള ഒരു മലയാളി കുടുംബത്തിന് ഏകദേശം $400 വർഷം തോറും പ്രീമിയം ഇനത്തിൽ അധിക ചെലവ് വരും. അടുത്തത് നോക്കാം. നമ്മളിൽ ഭൂരിഭാഗം പേരും IT മേഖലയിലോ അല്ലെങ്കിൽ ഓഫീസുകളിലോ വർക്ക് ചെയ്യുന്നവരാണ്. ഇനി മുതൽ നിങ്ങൾ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യുന്ന പ്രീ റിട്ടേൺ സോഫ്റ്റ്വെയറുകൾക്ക് കാലിഫോർണിയ സെയിൽസ് ടാക്സ് ഈടാക്കും. അതായത് നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ജോലി സ്ഥലത്തെ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സ്ലാക്ക്, വിവിധ AI അസിസ്റ്റന്റുകൾ, ഡിസൈനിങ്ങിനായി ഉപയോഗിക്കുന്ന അഡോബ് പ്രൊഡക്റ്റുകൾ, നമ്മൾ ടാക്സ് ഫയൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെർബോ ടാക്സ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഇവയെല്ലാം ഇനി മുതൽ വില കൂടിയതാകും. കാലിഫോർണിയയിലെ ബേസ് സെയിൽസ് ടാക്സ് 7.25% ആണെങ്കിലും ചില സിറ്റികളിൽ ഇത് 12% വരെയാണ്. ചുരുക്കത്തിൽ നിങ്ങൾ വാങ്ങുന്ന സോഫ്റ്റ്വെയറുകൾക്ക് 10% വരെ അധികം ടാക്സ് നൽകേണ്ടി വന്നേക്കാം. ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് നടത്തുന്ന മലയാളി സുഹൃത്തുക്കൾക്കും ഇത് വലിയൊരു തിരിച്ചടിയാണ്. ഈ പുതിയ നികുതി വർധനവുകളെ സ്മാർട്ടായി മറികടക്കാൻ ചില നിയമപരമായിട്ടുള്ള വശങ്ങളുമുണ്ട്. ഒന്നാമതായി, നിങ്ങൾ ഒരു ഫ്രീലാൻസറോ സ്വന്തമായി ബിസിനസ് നടത്തുന്നവരോ കൺസൾട്ടന്റോ ആണെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന സ്ലാക്ക്, അഡോബ്, ടെർബോ ടാക്സ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ നിങ്ങളുടെ ബിസിനസ് എക്സ്പെൻസായി കാണിച്ച് ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഡിഡക്ട് ചെയ്യാം. കൂടാതെ കാലിഫോർണിയയിൽ തന്നെ കുറഞ്ഞ നികുതിയുള്ള സിറ്റികളുടെ ബില്ലിംഗ് അഡ്രസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സൗജന്യ ഓപ്പൺ സോഴ്സ് ബദലുകളിലേക്ക് മാറിയോ സോഫ്റ്റ്വെയർ ചിലവുകൾ ചുരുക്കാവുന്നതാണ്. രണ്ടാമതായി, കൂടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തെ പ്രതിരോധിക്കാൻ ടാക്സ് ലാഭിക്കാൻ സഹായിക്കുന്ന ഹെൽത്ത് സേവിങ്സ് അക്കൗണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തുകയും അടുത്ത ഓപ്പൺ എൻറോൾമെന്റ് സമയത്ത് കുറഞ്ഞ പ്രീമിയമുള്ള കമ്പനി പ്ലാനുകളിലേക്ക് മാറാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇതിനെല്ലാം പുറമെ നിലവിൽ ജോലിയില്ലാത്തവരോ വരുമാനം കുറഞ്ഞവരോ ആണെങ്കിൽ മെച്ചപ്പെടുത്തിയ മെഡിക്കൽ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഏറ്റവും പ്രധാനമായി മുന്നേ പറഞ്ഞ IRS വോങ് കേസ് വഴിയുള്ള കോവിഡ് കാലത്തെ ടാക്സ് പെനാൽറ്റി റീഫണ്ട് ജൂലൈ 10, 2026 കൃത്യമായി ക്ലെയിം ചെയ്ത് കൈപ്പറ്റുന്നതിനും ഈ അധിക നികുതി ഭാരത്തെ ഒരു പരിധി വരെ ബാലൻസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് വളരെ പോസിറ്റീവായ എന്നാൽ അടിയന്തരമായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കോവിഡ് മഹാമാരിയുടെ സമയത്ത്, അതായത് 2020-നും 2023-നും ഇടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ടാക്സ് റിട്ടേൺ വൈകി ഫയൽ ചെയ്യുകയോ ടാക്സ് അടയ്ക്കാൻ വൈകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ IRS അഥവാ ഇന്റേണൽ റവന്യൂ സർവീസ് നിങ്ങളിൽ നിന്ന് ഈടാക്കിയ പെനാൽറ്റിയും അതിന്റെ പലിശയും നിങ്ങൾക്ക് തിരിച്ചു നൽകും. വോങ് വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന കേസിലുണ്ടായ ഒരു സുപ്രധാന ഫെഡറൽ കോടതി വിധിയാണ് ഇതിന് വഴി തുറന്നത്. ദുരന്തബാധിത സമയങ്ങളിൽ ഇത്തരം പെനാൽറ്റികൾ ഈടാക്കാൻ പാടില്ലായിരുന്നു എന്നാണ് കോടതി നിരീക്ഷണം. കേസ് ഇപ്പോഴും കോടതിയിലാണെങ്കിലും നിങ്ങളുടെ പണം സുരക്ഷിതമാക്കാൻ ജൂലൈ 10-നകം നിങ്ങൾ IRSന് ക്ലെയിം സമർപ്പിക്കണം. ഇന്ന് തന്നെ ഈ ക്ലെയിം ഫയൽ ചെയ്തില്ലെങ്കിൽ പിന്നീട് കോടതി വിധി അനുകൂലമായാൽ പോലും നിങ്ങൾക്ക് ആ പണം നഷ്ടപ്പെട്ടേക്കാം. കോവിഡ് കാലത്തെ ടാക്സ് പെനാൽറ്റി തിരിച്ചുപിടിക്കാൻ 2019 മുതൽ 2022 വരെയുള്ള ടാക്സ് വർഷങ്ങളിൽ വൈകി ഫയൽ ചെയ്യുകയോ ടാക്സ് തുക വൈകി അടയ്ക്കുകയോ അല്ലെങ്കിൽ എക്സ്റ്റിമേറ്റഡ് ടാക്സ് പെനാൽറ്റി നേരിടേണ്ടി വരികയോ ചെയ്ത വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും കോർപ്പറേഷനുകൾക്കും ഒരുപോലെ ക്ലെയിം ചെയ്യാൻ സാധിക്കും. പല സാധാരണക്കാരായ മലയാളികളും പ്രൊഫഷണൽ ടാക്സ് സർവീസുകൾ ഉപയോഗിക്കാത്തതിനാൽ ഈ വിവരങ്ങൾ അറിയാറില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് നിങ്ങൾക്ക് പെനാൽറ്റി ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ IRS ഓൺലൈൻ അക്കൗണ്ടിൽ കയറി 2019-22 വർഷങ്ങളിലെ ടാക്സ് ട്രാൻസ്ക്രിപ്റ്റ് പരിശോധിച്ചാൽ മതിയാകും. പെനാൽറ്റി ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യുക എന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്കൊരു IRS ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവരുടെ മൊബൈൽ ഫ്രണ്ട്ലി പേജ് വഴി ഫോം 843 ഓൺലൈനായിട്ട് തന്നെ നേരിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇനി ഓൺലൈൻ അക്കൗണ്ട് ഇല്ലാത്തവരോ ബിസിനസ് നടത്തുന്നവരോ ആണെങ്കിൽ ഈ ഫോം പ്രിന്റ് ഔട്ട് എടുത്തിട്ട് മുകളിൽ പ്രൊട്ടക്റ്റീവ് റീഫണ്ട് ക്ലെയിം എന്ന് വ്യക്തമായി എഴുതി ഒഗ്ഡൻ യൂട്ട വിലാസത്തിലേക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. കൃത്യമായി അയച്ചു എന്ന് ഉറപ്പുവരുത്താൻ ട്രാക്കിങ്ങിനായി സർട്ടിഫൈഡ് മെയിൽ വഴി തന്നെ ഇത് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
വിസ കാര്യങ്ങൾ പോലെ തന്നെ അമേരിക്കൻ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ ടാക്സ് നിയമങ്ങളും. കാലിഫോർണിയയിലെ പുതിയ ടാക്സ് വർധനവ് വരുത്തിവെക്കുന്ന ചിലവുകൾ ഒരു വശത്ത് നടക്കുമ്പോൾ കോവിഡ് കാലത്തെ പെനാൽറ്റി റീഫണ്ട് ക്ലെയിം ചെയ്യാനുള്ള ഈ അവസരം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.